യെസ്, യു ഡി എഫിൻ്റെ ഒരു ആരോപണം വന്നല്ലോ, ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നു എന്ന കാര്യം പുറത്തു വരാതിരിക്കാനോ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനോ ആണ് എന്ന ആരോപണമാണ് കുമ്മനം രാജശേഖരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ചില ഇടങ്ങളിൽ BJPയെ തടയാൻ ജമാഅത്തെ ഇസ്ലാമി LDFന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന കാര്യം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായിരുന്നു. അതിന് വിമർശിച്ചിരുന്ന LDF ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നുണ്ടോ? അതിനിടയിലാണ് മഞ്ചേശ്വരത്തെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. SDPI സ്ഥാനാർത്ഥി അവിടെ രംഗത്തെത്തുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPയെ തടയാൻ മത്സരിച്ചിരുന്ന പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ട് നിലപാട് മാറ്റുന്നു? ഇത് പുതിയ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമാണോ? 7000-ഓളം വോട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന് അവിടെ അവകാശപ്പെടുന്ന SDPIയുടെ പ്രവേശനം ഏതു തരത്തിൽ മണ്ഡലത്തിലെ ഫലങ്ങളെ മാറ്റിമറിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ചോദ്യം കൂടി ഉയരുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ആരുടെ കൂടെയാകും? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. വോട്ട് ബാങ്കുകൾ നിർണ്ണയിക്കുന്ന സങ്കീർണ സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ആർക്കൊപ്പം? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ബാലകൃഷ്ണൻ വടകരയാണ് എന്നോടൊപ്പം ആദ്യം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ SDPI മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി വരുന്നു എന്ന് പറയുമ്പോൾ അത് BJP വലിയ സന്തോഷത്തോടെ കാണുകയാണ്. അവർക്ക് ഒരു നേട്ടമുണ്ടാകും എന്നാണ് അവിടെ ഒരു പ്രതീക്ഷ. മറ്റു പലയിടത്ത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. അത് വേറെ തരത്തിലുള്ള ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള ഒരു സ്വഭാവമാകും പ്രകടമാക്കുക? മനു സാർ, നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ മഞ്ചേശ്വരത്ത് SDPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് വളരെ ഉപകാരമായിട്ടുണ്ട്. ആണോ? സന്തോഷമായിരിക്കും. സന്തോഷമായി അല്ലേ? അല്ല, ഇവർ രണ്ട് അങ്ങനെയല്ല. ബാലകൃഷ്ണ പടയർക്ക് സന്തോഷം തന്നെയാ. കെ സുരേന്ദ്രൻ ആന കുത്തി പറഞ്ഞാലും മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം ജയിക്കും. അത് മറ്റൊന്ന്. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവർ രണ്ട് കൂട്ടർ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരോട് ആവശ്യപ്പെട്ടിട്ട് പിന്തുണക്ക്. അത് വെളിച്ചത്ത് വന്നല്ലോ. SDPI ഇന്ന് കുറെ നേരം വെളുപ്പം പറയുന്നത് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് ഇടതും പലതും. ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ഇവർ മതനിരപേക്ഷതയുടെ ആളാ, മനസ്സിലായിക്കോളോ. നിയമത്തെ ഇവർ ആർക്കാ വോട്ട് ചെയ്യാ? ശിവൻകുട്ടിക്കാ ചെയ്യാ SDPI. അപ്പൊ ഇതുകൊണ്ട് ഈ യഥാർത്ഥ ജനാധിപത്യ മതേതരത്വ പാർട്ടി ആരാണെന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ വെളിച്ചത്ത് വരാൻ പോവാ. അത് VD സതീശൻ സാർ വിളിച്ചു പറയുന്നുണ്ട്. മതേതര കേരളം എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവും. അതായത് യഥാർത്ഥ മതേതരവാദികളെ വർഗീയവാദികളാക്കുക. സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറയുന്നവരെ വർഗീയവാദികളാക്കുക. അതത് അവസരത്തിൽ അവരത് വർഗീയവാദികളെ വിഷപ്പാമ്പുകളെ തോളിലിട്ടിട്ട് അവരെയും കൊണ്ട് കടന്നുന്നവർ നല്ല മതേതരവാദികൾ. ഇത് കേരള സമൂഹം മനസ്സിലാക്കട്ടെ സാർ. പിന്നെ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ വിജയം സുനിശ്ചിതം. അത് SDPI ആരെങ്ങോട്ട് തിരിഞ്ഞാലും ഈ പ്രാവശ്യം സുരേന്ദ്രൻ ജയിച്ചിരിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവദാസൻ ബാലരാംപുരത്ത് നിന്നുണ്ട്. ശ്രീ ശിവദാസൻ, നമ്മുടെ ബാലകൃഷ്ണൻ വടകര വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ സമവാക്യങ്ങൾ ഏത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നാണ് ശ്രീ ശിവദാസൻ കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഞാൻ 45 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. ഞാൻ വ്യക്തമായി ഇപ്പോൾ ഒരു കാര്യം പറയുന്നു. കാരണം കേരള ജനതയ്ക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് ഇത്രയും കാലം വർഷമായി നമ്മള് കേരളത്തില് BJP എന്നൊരു പാർട്ടിയെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോ കൊണ്ടുകൊണ്ട് ഇപ്പോ അവര് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ CPM-നും കോൺഗ്രസിനെ പോയിക്കൊണ്ടിരുന്നത് തുച്ഛമായ 100% വോട്ട് മാത്രമേ ന്യൂനപക്ഷ LDAക്ക് BJP കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം എല്ലാ ജാതി മത സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ജനങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. സാർ നോക്കിക്കൊള്ളു, ഞാൻ പറയുന്ന കാര്യങ്ങൾ CPI കോൺഗ്രസ് അവർ ഒറ്റക്കൊടിയാണ്. അവര് ഇന്ത്യൻ മുന്നണിയാണ്. കേരളത്തിൽ വരുമ്പോഴാണ് മാറി നിൽക്കുന്നത്. അപ്പൊ കള്ളനും കൂട്ടാണ്.
നശിച്ച് നമ്മൾ ശബരിമല സ്വർണ്ണം കൊള്ളയടിച്ച് മാറ്റി വെച്ചപ്പോൾ ഒരു ML ശക്തമായ നമ്മൾ ന്യൂനപക്ഷ വോട്ടുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ശരി. ഓക്കെ, ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേർന്നു. ശ്രീ ശശിധരൻ വയലാർ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്ര ജാഗ്രതയോടുകൂടി പരിശോധിക്കേണ്ട ഒന്നാണോ? അത് ഒരു സാമുദായിക താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെ എപ്പോഴും വോട്ട് ചെയ്യും എന്നുണ്ടോ? അല്ലാത്ത വിഷയങ്ങളിൽ അവർ പ്രതികരിക്കില്ലേ? നമസ്കാരം മനു. നമസ്കാരം. 2 ദിവസം എന്റെ കൈ പോയി കേട്ടോ, മൊത്തം കുത്തി ആപ്പാടെ. എന്താണെന്നറിയില്ല, ഈ 6-7 പ്രാവശ്യമൊക്കെ റിങ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഉപേക്ഷിക്കുന്നത്. എന്താ അങ്ങനത്തെ ഒരു സിസ്റ്റം? 6-7 പ്രാവശ്യം ബെല്ലടിക്കുമ്പോഴാണ് കിട്ടുന്നതോ? കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പൊ 2-3 ദിവസം നോക്കിയിട്ട് ഇപ്പൊ 3-4 ദിവസമായി, 5 ദിവസമായി ഞാൻ വിളിച്ചിട്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താ ശ്രീ ശശിധരൻ വയലാർ, എല്ലാ ദിവസവും നമുക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സമയമില്ലല്ലോ. കുറെ ദിവസങ്ങളിൽ മറ്റാളുകൾക്കും ഒരു അവസരം കൊടുക്കണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ചിലര് മാത്രം എല്ലാ ദിവസവും കൃത്യം വിളിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ? നമുക്കിവിടെ അതിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. ആളുകൾ കിട്ടുന്നവർക്ക് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കുറച്ച് എൻ്റെ ഒരു പൊതുവായ ഒരു അഭിപ്രായം, ഒരു ആഗ്രഹം, എല്ലാ ആളുകളും പ്രതികരിക്കട്ടെ. ഇപ്പൊ പുതിയ ആളുകൾ എന്നോട് ഭയങ്കരമായി പരാതി പറയാണ്, അവർക്ക് ഒരിക്കലും വിളിച്ചാൽ കിട്ടില്ല. അവരൊരു 3-4 തവണ ശ്രമിക്കുന്നുള്ളൂ. പക്ഷെ ചില ആളുകൾ 100, 120, 300 തവണ ശ്രമിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് ഇപ്പം നമുക്കതിൽ ഇനി എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരേണ്ടി വരും. ഒരിക്കൽ പ്രതികരിച്ച ആളുകളെ പിന്നെ അടുത്ത മറ്റൊരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. അല്ലാതെ എനിക്കിത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഫസ്റ്റ് കോളറും നമ്മുടെ കൃഷ്ണൻകുട്ടിയും, ഞാൻ 5-8 പേര് പറയാം, എല്ലാ ദിവസവും വിളിക്കുന്നത്. അവർക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് അല്ലേ? അവർക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, അങ്ങേക്ക് എല്ലാ ദിവസവും കിട്ടുന്നില്ല. എനിക്ക് എല്ലാ ദിവസവും വേണ്ട, ഞാൻ ആഴ്ച കൂടിപ്പോയ 2-3 ദിവസം വിളിക്കാറുണ്ട്. കുറെ നാൾ വിളിച്ചില്ല. കാര്യം അറിയാമോ, മനു പറഞ്ഞ ആ പോയിന്റിലാണ് അവസരം കിട്ടിക്കോട്ടെ ആളെയൊക്കെ എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങ് വരാതിരുന്നാൽ ഉള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, അങ്ങ് ഇല്ലാതാവുമ്പോൾ ഇത് വലിയ ശൂന്യമായി പോകും ഈ പൊതുവേദി. അങ്ങ് വന്നാലേ ഇതിനൊരു കളറുള്ളൂ. ഞാൻ സത്യാ പറയുന്നത് എനിക്കെന്നല്ല, പലരും ഈ പരാതിക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ പരിചയത്തിൽ നിങ്ങളൊക്കെ വിളിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനതിന് ഒരു വഴി പറയുന്നത്, ഇത് ഫോൺ ചെയ്ത് കിട്ടാത്തവർക്ക് ഞാൻ യൂട്യൂബിൽ എൻ്റെ നമ്പർ ഇടാം ഇതിൻ്റെ കമൻറ്റിൽ. അപ്പോൾ അവര് ഇപ്പൊ ചിലർ വർഷങ്ങളോളം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, മാസങ്ങളോളം ശ്രമിച്ച് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ ഒരു തവണ പോലും കിട്ടാത്ത ആളുകളെ വേണമെങ്കിൽ അങ്ങോട്ട് വിളിക്കാം എന്ന് കരുതുകയാണ്. വിളിക്കാത്ത ഒരു ദിവസം മനുവിന് പറയാൻ പറ്റുമോ? ആണോ? എന്താണ്? അപ്പൊ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അടുത്ത പ്രാവശ്യം എന്താണ് അതിന്റെ രഹസ്യം, അദ്ദേഹം വിളിക്കുമ്പോൾ കിട്ടുന്നത്. വിളിക്കാത്തത് അത് കൃഷ്ണൻകുട്ടിക്ക് കൃത്യ സമയമാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെ സാധിക്കുന്നു? അതെ, കൃഷ്ണൻകുട്ടിക്ക് കറക്റ്റ് സമയമാണ്, 4:45-നും 50-നും ഇടയ്ക്ക് ആണ്. ഞാനും അല്ല, അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വിളിക്കുക. കാരണം അവർക്ക് ഈ പൊതു കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു രാഷ്ട്രീയ നിലപാടുള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടതുണ്ടാവും. അപ്പൊ അത് അവർ ലാസ്റ്റാണ് വിളിക്കുന്നത്. ഈ വിഷയം പറയാം. ശരി, സമയം കഴിഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ 2 പക്ഷമേ ഇവിടെയുള്ളൂ. ഒന്ന് ഉള്ളവന്റെ പക്ഷം, അതായത് സമ്പത്ത് ഉള്ളവന്റെ പക്ഷം, 2 ഇല്ലാത്തവന്റെ പക്ഷം. വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരിക്കും ന്യൂനപക്ഷവും പിന്നെ ഭൂരിപക്ഷവും ഒക്കെ. ഇവിടെ ഒന്നുമില്ല. പിന്നെ മനു എടുത്തൊരു സർവേ നടത്താമെങ്കിൽ ഈ 2 പക്ഷമേ ഉള്ളൂ. അതിലെല്ലാ സമുദായവും പെടും. ഇല്ലാത്തവനും ഈ അതിനകത്ത് നായരുണ്ടാകും, ഈഴവനുണ്ടാകും, മുസ്ലിം ഉണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും. ഉള്ളവരിലും ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാകും. അവരുടേതാണ് ഈ ലോകം. ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും. ബാക്കി മുഴുവൻ രാഷ്ട്രീയക്കാരുണ്ടാക്കുന്നതാണ് ഈ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെ. ശരി, വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ കിഷോർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് യൂട്യൂബിൽ. കിഷോർ എനിക്കൊരു ചുവന്ന ഹൃദയം അയക്കുന്നുണ്ട്. ഞാനും ആ ചുവന്ന ഹൃദയം തിരിച്ച് 2 എണ്ണം അങ്ങോട്ട് അയക്കുന്നു. ശ്രീമതി ശാന്തകുമാരി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മറിയാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീമതി ശാന്തകുമാരിയും അവരുടെ ഭർത്താവും ഒരുമിച്ചിരുന്നാണ് പൊതുവേദി കാണുന്നത് എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർ ഞാനിപ്പോൾ നേരത്തെ ശ്രീ ശശിധരൻ പിള്ളയോട് പറയായിരുന്നു, ഇവരൊക്കെ എത്രയോ തവണ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതുവരെ കിട്ടാത്തവരാണ്. അപ്പോൾ ഞാനതൊക്കെ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ യൂട്യൂബിൽ കമൻറ്റുകളിലേക്ക് വരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സുഖമാണ്. കറുപ്പ് നിന്നാൽ കൗബീനം കാണാം. മോഹനൻ ഓഹോ, മോഹനൻ താത്വിക അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷിജു കുര്യത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്.
കടവുൾ മാത്രം തുണை എന്നാണ് പറയുന്നത്. കടവുൾ തുണയാണ്. ശരി ഷിജു. ഓക്കെ, അപ്പോൾ സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. CPM BJP അന്തർധാര പൊളിക്കുന്നതിന് പിണറായി അംഗങ്ങളുടെ അഴിമതി ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമെന്ന് വിശ്വസിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. അരുന്ധതി കോലമ്പറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഗംഭീരമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. താങ്ക് യു അരുന്ധതി. അപ്പോൾ അരുന്ധതിക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷേ ഞാൻ സാധാരണ ഇവിടെ എന്നും ധരിക്കുന്ന ഒരു കോട്ടാണ്. ഇതിൽ പ്രത്യേകിച്ചൊരു പുതുമയില്ല. പക്ഷേ ഈ ഷർട്ട് ഇന്ന് ആദ്യമായിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ധരിക്കുകയാണ്, അതായിരിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഔട്ട്ലുക്കൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നു, ഞാൻ വിളിക്കുന്നുണ്ട്, ന്യൂസ് 18 ഡീലൊന്നും ഇല്ലെന്ന്. ശശിധരൻ വയലാർ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ എന്നും വിളിക്കാറുണ്ട്, അത് ന്യൂസ് 18 ഡീലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ ജനങ്ങൾ അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണ്, അല്ലാതെ ന്യൂനപക്ഷ വോട്ടും ഭൂരിപക്ഷം എന്നൊരു വോട്ടില്ല എന്ന് VC തോമസ് പറയുന്നു. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് നമ്മുടെ ബ്ലൈറ്റി ഡേയ്സ് ഹരി അവിടുന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഹരിക്കും അവിടെ കുടുംബാംഗങ്ങൾക്കൊക്കെ സുഖവും സംതൃപ്തിയും സന്തോഷവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നല്ല കാലാവസ്ഥയായിരിക്കും ലണ്ടനിൽ. കൃഷ്ണൻകുട്ടിയുടെ ഫോണിൻ്റെ പ്രത്യേകത മനസ്സിലായിട്ടില്ല. എല്ലാ ദിവസവും കൃത്യമായി കിട്ടുന്നത് കൊണ്ട് ചോദിച്ചതാണ്. അതും ഏതാണ്ട് കൃത്യസമയത്ത് 4:45 5 മണിക്കും ഇടയിൽ കൃത്യമായി കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. ബാലകൃഷ്ണൻ വടകര ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് എവ്രി ഡേ എന്ന് വേറൊരാളും പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. രാജുക്കുട്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത്. രാജുക്കുട്ടി, നമസ്കാരം സാറേ. നമസ്കാരം. എങ്ങനെ ആരോഗ്യമൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ റെഡിയായി, കുഴപ്പമില്ല. എല്ലാ പ്രശ്നവും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാറി. വെരി ഗുഡ്. മാറി ഞാനത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 2 സ്റ്റെന്റ് ഇട്ടു. രണ്ടെണ്ണം ഇട്ടു. സാറിന്റെ പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പ്രാർത്ഥനയുണ്ട്. മനസ്സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. എനിക്ക് അങ്ങയും അതുപോലെ തന്നെ വലിയ സ്നേഹമാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇലക്ഷനിലാണെങ്കിൽ നേതാക്കന്മാരുടെ പ്രസ്താവന ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം പിണറായിയും അതുപോലെ തന്നെ ഇന്ന് MM മണിയും സംസാരിച്ചത് ഏറ്റവും മോശപ്പെട്ട ഒരു നേതാവിനെ പറ്റിയ ഒരു ക്വാളിറ്റി അല്ല അവർ പറഞ്ഞത്. മൃദുശീലി എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഇതാ. പിന്നെ ജമായത്തയുടെ വോട്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴും ന്യൂനപക്ഷങ്ങളെല്ലാം ഇപ്പം ഇടതുപക്ഷത്തിന് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ മാറി. അതൊക്കെ മാറി കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പ്രസ്താവനകൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല സാറേ. ഈ മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണോ പ്രശ്നമാകുന്നത്? മുഖ്യമന്ത്രിയുടെയൊക്കെയുള്ള വാക്കുകളാണോ? അത് വാക്കുകളാണെങ്കിൽ നല്ല നേതാക്കന്മാരാണ്, അതിനകത്ത് നല്ല നേതാക്കന്മാരുണ്ട്. ഇവിടെ എത്ര പേരെ അവർ ഒതുക്കിയെന്നറിയോ? തിരുവനന്തപുരത്ത് വിജയകുമാർ, തോമസ് ഐസക്ക്, അത് കഴിഞ്ഞ് സുധാകരന്, ഇവരെല്ലാം അവരെ ഒതുക്കി വടക്കൻ ലോബി മാത്രമായിട്ട് കൊണ്ടുപോയിരിക്കും. എത്ര നേതാക്കന്മാരാണെങ്കിൽ പാർട്ടി വിട്ടു. അപ്പൊ അവർക്കെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുന്നത്, അരിയാഹാരം കഴിക്കുന്നവരെല്ലാം കണ്ടോണ്ടിരിക്കുക. SDP മത്സരിച്ചാലൊന്നും ഗുണം കിട്ടുന്നത് കോൺഗ്രസിനെ ഇപ്പം കിട്ടും. കാരണം അത്ര 10 വർഷത്തെ ഭരണത്തിനോട് വെറുപ്പായി പോയി. എനിക്ക് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തെ ഇഷ്ടമാണ്. ഭരിച്ചപ്പോ വേണ്ടാതോ അങ്ങനെയാണോ? അല്ലല്ല, ഭരിച്ചപ്പോ ഞങ്ങളെ DA ഒക്കെ തന്നു. DA ഒക്കെ ആണെങ്കിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ പെൻഷൻകാർക്കും ശമ്പള ഉദ്യോഗസ്ഥ വിഭാഗത്തിനും ഒക്കെ കാര്യമായ നേട്ടങ്ങളുണ്ടായി എന്നൊക്കെയാണ് അവരൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നായനാരെ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാ. അദ്ദേഹം എന്നോട് ചോദിച്ച, ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. അത് കഴിച്ചില്ലെങ്കിലും ആ മനസ്സിലുണ്ടാവുന്ന തൃപ്തിയെ, പിണറായിയെ കാണാൻ ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്നാണ് പറയുന്നത്. ഇതൊക്കെ അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ പോലും ഇതേപോലുള്ള സ്വഭാവം കാണിക്കാറില്ല. അദ്ദേഹം നല്ല ഭരണാധികാരിയാണ്, പക്ഷേ വാക്കുകൾ പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെയാ പറയുന്നത്. വീട്ടിൽ പോയി ചോദിക്കുക. അടുത്ത വർത്താനം എന്ന് പറഞ്ഞാൽ ഇന്നും MM മണി പറഞ്ഞെന്താ പ്രതിശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ് തന്നെ ഒന്ന് ചിന്തിക്കും. മനസ്സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അവരുടെ ഭാഷ ഒന്ന് ശ്രദ്ധിക്കണം. CPM അവരെയൊക്കെ ഇഷ്ടമാണ് സാറേ. കാരണം അവരൊക്കെ നല്ല രീതിയിൽ മുന്നിൽ നിന്ന് നല്ല രീതിയിൽ സമരം ചെയ്തിട്ടുള്ളവരാ. അത് കഴിഞ്ഞ് ബിഷാരടിയെ കുറിച്ച് എന്താ പറഞ്ഞത്? എത്രയോ പറയാൻ പാടില്ല. അതൊക്കെ ഞാൻ എന്നും TV കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഈ ബാലകൃഷ്ണൻ വടകരയ്ക്ക് എന്നും ഫോൺ കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഭാഗ്യവാനാണ്. അതെ, എന്ന് വിളിച്ചാലും ഫസ്റ്റ് വടകര കിട്ടുവാണ്. അത് പുള്ളി സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. സാറുമായിട്ട് ഉടക്കിയാലും കിരൺ സാറുമായിട്ട് ഉടക്കാം എപ്പോഴും. അല്ല, എനിക്ക് അദ്ദേഹമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടക്കിയാലും ഞങ്ങൾ ഒന്നാണ്. കിരൺ സാറുമായിട്ടാണെങ്കിൽ ഉടക്കം ഉണ്ടാക്കുന്നുണ്ട്. നല്ല മറുപടി കിരൺ സാർ പറയും. സാർ അത്രയും പറയത്തില്ല.
ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതാണ് സാറിന്റെ ഗുണം. ഞങ്ങളൊരു ചെറിയ ഡീലുണ്ടെന്ന് പറയുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം കേട്ടോ സാറേ. ഏ ഞാൻ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എന്റെ ആരോഗ്യത്തിന്റെ ഇത് കണ്ടല്ലോ സാറിന്. മനസ്സിലായി. അപ്പൊ എനിക്കത് ഞാൻ അതുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ച് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ കൊള്ളാം, ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. കുഴപ്പമില്ല സാറേ. നമുക്ക് ഊർജ്ജസ്വലമായിട്ട് ഇനി പൊതുവേദിയിൽ സജീവമാകാം. ഓക്കെ സാറേ, താങ്ക് യു. ഉണ്ടാവും ഞാൻ. ഓക്കെ ഓക്കെ. എനിക്ക് സാറ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ആണോ? അതെ, കിരൺ സാർ എന്റെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മനു സാർ എന്ന് പറഞ്ഞാൽ എന്റെ എന്തോ ഒരു ബ്രദറായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു കുളിർമ തോന്നുകയാണ്. നമ്മളെ ആളുകൾ ലാഭേച്ഛയില്ലാതെ മനുഷ്യരെ ഇങ്ങനെ നമ്മളെ കാര്യമായി കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സന്തോഷമാണ്. അങ്ങനെ കേൾക്കാൻ തന്നെ അതൊരു ഭാഗ്യമാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ രാജുക്കുട്ടി വിളിച്ചത്, അഭിപ്രായം പങ്കുവെച്ചതിന്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ബാലകൃഷ്ണൻ ഗെറ്റിംഗ് കോൾ എന്ന് പറഞ്ഞിട്ട് ഷിജു പറയുന്നുണ്ട്. കോൺഗ്രസ് തീവ്രവാദികൾക്ക് ഒപ്പമാണെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അഭിലാഷ്, എന്താണ് അങ്ങനെ പറയുന്നത്? തീവ്രവാദികൾക്കൊപ്പമാണോ കോൺഗ്രസ്? അത് എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഓക്കെ. അതോടൊപ്പം എന്നോടൊപ്പം സുനിൽകുമാർ ചേർന്നുണ്ട്. VC തോമസ് പറയുന്നു പിണറായി വിജയനെ കെ സുധാകരൻ ചെറ്റ എന്ന് വിളിച്ചതിന് ഒരു കുഴപ്പമില്ലായിരിക്കും എന്നാണ്. അത് അവർ ഭാഷ എല്ലാവരും അത് ആരായാലും നന്നായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുര്യൻ കെ എന്നോട് പറയുന്നു ന്യൂനപക്ഷം എന്നും UDF-നൊപ്പം ഏകാധിപത്യ ഭരണം അവസാനിക്കും. UDF-ന് 73 സീറ്റ് കിട്ടും, BJP-ക്ക് 2 സീറ്റാണ് പറയുന്നത് കേട്ടോ. കുര്യൻ പറയുന്ന 2 സീറ്റാണ്. അപ്പോൾ കുര്യന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക്, ഞാൻ ഈ കണക്ക് പറഞ്ഞവരെയൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഇതിൽ വിജയിച്ചവരെ അനുമോദിക്കും, പരാജയപ്പെട്ടവരെ പരിഹസിക്കൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അമ്പാടി പറയുന്നത് തുണി ഉടുക്കുന്ന കേരളം മതി, അഘോരി വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഘോരി ഇവിടെ വന്നല്ല, അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്നൊന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ ഒരു വഴിയിൽ പോകുമ്പോൾ അഘോരികൾ ഒരു കാറിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. പിന്നെ പെട്രോൾ അടിക്കാൻ 500 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്, അല്ലാതെ ഇത് അവർ തെരഞ്ഞെടുപ്പിന് വന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ജാൻസി ഷാജി ഭാരത് മാതാ ഇതൊക്കെ അയക്കുന്നുണ്ട്. എനിക്ക് ഈ നാഷണൽ ഫ്ലാഗ് അയക്കുന്നുണ്ട്, ചുവന്ന ഹൃദയം അയക്കുന്നുണ്ട്. ജാൻസിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പ്രതിഭ മൂന്നും പറയാം എന്ന് CA സെബാസ്റ്റ്യൻ എന്നോട് പ്രതിഭയെ പരാതി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നു. സ്വർണം കട്ടത് കമ്മികളാണോ എന്നൊക്കെ പറഞ്ഞ് ശിവൻ കരോളി എനിക്കിത് അയക്കുന്നുണ്ട്. BJPക്ക് 5 സീറ്റ് കിട്ടുമെന്ന് സുനിൽ പറയുന്നു. ഓക്കെ. അപ്പോൾ നിറയെ ആളുകൾ, ജയൻ എന്നോടൊപ്പം ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ BJPയുടെ സീൽ എങ്ങനെ വന്നു, ഇതിനെപ്പറ്റി പൊതുവേദി ഒരു ചർച്ച ചെയ്യണം. അതൊരു വലിയ വിഷയം കേട്ടോ, അത് ചർച്ച ചെയ്യേണ്ടായിരുന്നു. ഞാനത് ജയൻ ഓർമ്മിപ്പിച്ചത് നന്നായി, ഞാനത് വിട്ടുപോയിരിക്കുകയായിരുന്നു. നമുക്ക് ആ ഒരു ചർച്ച ചെയ്യേണ്ടതാണ്. എന്താണ് ഈ അവർക്ക് ഓൾറെഡി ഒരു ആരോപണം ഉണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP പറയുന്ന പോലെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായമുള്ളവർക്ക് പറയാം എന്ന് എന്നോട് നമ്മുടെ സുനിൽകുമാർ പറയുന്നുണ്ട്. ജോർജ് കുട്ടി തോമസ് പറയുന്നു കേരളത്തിൻ്റെ വളർച്ചയും മതമൈത്രിയും സംരക്ഷിക്കാൻ ഇടതുപക്ഷം വരണം എന്നാണ് ജോർജ് കുട്ടിയുടെ അഭിപ്രായം. അപ്പോൾ സുനിൽകുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ശശിധരൻ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ പിന്നെ ജയൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. കുര്യൻ പറഞ്ഞു ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ന്യൂനപക്ഷം എന്നും UDF-നൊപ്പമാണ് എന്ന് കുര്യനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ചിലരുടെ ഒന്നും ഞാൻ വായിക്കുന്നില്ലെങ്കിലും ഞാൻ പിന്നീട് കണ്ടുപിടിച്ച് വായിക്കും. സെബാസ്റ്റ്യൻ CA ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിലാഷും എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. NDA വരണം എന്നാണ് അഭിലാഷ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിനുകുമാർ ചടയമംഗലത്ത്, നമ്മുടെ ബിനു കുറച്ച് ദിവസം ആയല്ലോ വിളിച്ചിട്ടല്ലേ? ബിനുകുമാർ കുറച്ച് ദിവസം ആയല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നോ? തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലല്ല സാറേ, ഞാൻ അങ്ങനെ അന്ധമായ രാഷ്ട്രീയമുള്ള അല്ല. എങ്കിൽ പോലും ഒരു അനുഭാവിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവിയാണ്. ഞാൻ പഴയ ഒരു സംഘപ്രവർത്തകനാണ്. ഞാൻ എനിക്കിപ്പം 57 വയസ്സ് കഴിഞ്ഞു. പഴയ സംഘപ്രവർത്തനം പറയുന്നത് ഇപ്പോഴത്തെ സംഘപ്രവർത്തകനല്ല, പഴയ നല്ലൊരു RSS പ്രവർത്തകൻ. അതിലൂടെ എനിക്ക് കുറച്ച് മൂല്യങ്ങളും കാര്യങ്ങളും ഉള്ള മനുഷ്യനാണ്. അപ്പൊ ഇപ്പൊ RSSന്റെ പ്രവർത്തകരല്ലെന്ന് പറയുന്ന പാർട്ടി വിട്ടോ? അതിന് പ്രവർത്തകരല്ലേ സാറേ, പക്ഷെ ഞാൻ അനുഭാവിയാണ്. പ്രവർത്തനത്തിന് പോകാനുള്ള ടൈമൊന്നുമില്ല. എനിക്ക് കാർഷിക മേഖലയാണ്. ഇപ്പൊ ഞാൻ എംപ്ലോയി ആയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ റിട്ടയർഡായി. ശരി. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറുന്നുണ്ടോ ശ്രീ ബിനു നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായും സാറേ, അത് ഇലക്ഷൻ സമയത്തൊന്നും മാത്രമല്ല, നമുക്ക് വടക്കൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മളെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ഏകദേശം 25-26% നമ്മുടെ കേരളത്തിലുണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ അവരെ ചുറ്റിപ്പറ്റി അവരുടെ വിലപ്പെട്ട വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നതിനെ ആശ്രയിച്ചാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഈ രണ്ട് മുന്നണികളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള മുമ്പില് ഈ രണ്ട് മുന്നണികളും ഓരോ ഇലക്ഷനിലും വയ്ക്കുന്ന ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളിലേക്ക് എത്രത്തോളം അടുപ്പിക്കാം. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം. മറ്റ് വടക്കൻ സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ന്യൂനപക്ഷങ്ങളെ എവിടെ ഏകീകരിക്കുന്നു ആ മുന്നണിക്ക് എല്ലാ വിഭാഗങ്ങളെയും ഏകീകരിപ്പിക്കാനും സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാനും അല്ലേ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ട. അവരെ ദൂരത്തേക്ക് തള്ളിവിടേണ്ട കാര്യമുണ്ടോ? വരട്ടെ. എല്ലാവരും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. എല്ലാ സമുദായങ്ങളും ഏകീകരിക്കണം, എന്നാലേ സമുദായങ്ങളുടെ കാര്യങ്ങൾ നടക്കും. എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ SDPI ഇപ്പൊ മലപ്പുറം ജില്ലയിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമല്ല. അവർക്ക് ഈ പറഞ്ഞ 10, 23, 24 സ്റ്റേറ്റ് സീറ്റുകളൊക്കെ അവർക്ക് ജയിച്ച് വരാൻ പറ്റും. കാരണം അവരുടെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവർക്ക് പേടിക്കാനില്ല. അത് ഈ രണ്ട് മുന്നണികളിലൂടെയും ഈ മുസ്ലിം ലീഗ് നിന്നില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ഈ മത്സരിക്കുന്ന അവർക്കുള്ള സീറ്റ് അവർക്ക് കിട്ടും. ഒരു മുന്നണിയിൽ നിന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ജില്ലകളിലെ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് ഏത് വിഭാഗത്തിനാണോ കിട്ടുന്നത്, അതായത് ഇപ്പൊ കോൺഗ്രസിന് ക്ഷീണമാണ്. ഇപ്പൊ SDPI എവിടെയെങ്കിലും ഒരിടത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിം ലീഗിന് 5000 വോട്ടുണ്ടെങ്കിൽ അതിന് ഒരു 1500, 2000 SDPI അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയം ഉറപ്പിക്കുന്നതും തോൽവി ഉറപ്പിക്കുന്നതും ആ ഘടകമായിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ SDPI മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അവിടെ പ്രയോജനം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും. ഈ വർഷത്തെ ഇലക്ഷന്റെ ഈ ഒരു ട്രംപ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു 4-5 സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം നല്ല ശക്തമായി നടക്കുന്നുണ്ട്. ഇപ്പൊ മഞ്ചേശ്വരത്ത് SDPI പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഗുണം സുരേന്ദ്രന് കിട്ടും. കാരണം 80 വോട്ടിന്റെ കുറവില് മത്സരിച്ച് തോറ്റുപോയ ഒരു ഹതഭാഗ്യവാനാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SDPI വരുന്നത് സുരേന്ദ്രന് നേട്ടമാണ്. അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പോൾ മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്താണ്. ശരത്തെ, നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ക്രിസ്ത്യൻ മുസ്ലിം അപൂർവം ചില ആൾക്കാരാണെങ്കിലും BJPയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ LDF-ലും UDF-ലും അപ്പൊ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ എന്തായാലും കോൺഗ്രസ് നല്ല ഭൂരിപക്ഷം തന്നെ ജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എത്ര ഭൂരിപക്ഷം കിട്ടും ചേർത്തെ? ഒരു 70% കയറി വരും. ഏതാ? ഒരു 70%, 100-ക്ക് 70% നമുക്ക് നോക്കാൻ പറ്റും. എന്ന് വെച്ചാല് 70 MLA-മാർ വരുമെന്നാണ്. 70% MLA-മാർ വരും. ബഹുഭൂരിപക്ഷം ശതമാനത്തിൽ കൂടുതൽ UDF വരികയും അതിന്റെ തൊട്ടുപുറകെ LDF ജയിക്കുകയും ചെയ്യും. BJPക്ക് ഇത്തവണ വലിയ ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ അങ്ങനെയായിരിക്കും ഭരണം പോകുന്നത്. BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് ശരത്ത് കരുതുന്നത്? ഒരു 4-5 സീറ്റ് കിട്ടും. 4-5 സീറ്റ് കിട്ടിയ നേട്ടമല്ലേ അവർക്കിത്? 4-5 സീറ്റ് എന്ന് പറയുന്നത് തന്നെ നേട്ടമല്ലേ? എന്തായാലും UDF തന്നെയാണ് മുൻപന്തി നിൽക്കുന്നത്. അതിന് തൊട്ടുപുറകെ LDF, പിന്നെ BJP. ഇങ്ങനെ ഇതായിരിക്കും പറയാവുള്ളൂ. അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ അജിത് കുമാർ മാറോളി എന്നോട് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കള്ളമാണെന്നറിയില്ലേ, യോഗിയാണ് തങ്ങളെ അയച്ചതെന്നും അതിൽ ഉള്ള ഒരാൾ പറഞ്ഞത് കേട്ടില്ലേ, പിന്നീട് സ്റ്റേജിൽ ഒരുമിച്ചിരുന്നതോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ അവർ പറഞ്ഞതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഏതായാലും അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരാളെ അയക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്താ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് ഇവർ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയതിൻ്റെ പിന്നിലും ചില അജണ്ടകൾ ഉണ്ടെന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നുണ്ട്. അഭിലാഷ് NDA വരണം എന്നുള്ള, വികസനം വേണമെങ്കിൽ NDA വരണം. മനു മുരളീധരൻ നായർ MN ഇപ്പോൾ ഊണ് കഴിച്ചേ ഉള്ളെന്ന്. മുരളീധരൻ നായർ, ഞാൻ പലതവണ അങ്ങയോട് സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഊണ് നേരം തെറ്റി കഴിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഏതായാലും ഇപ്പോൾ ഊണ് കഴിച്ചേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അമ്പാടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ദിവാകരൻ തലശ്ശേരി. ശ്രീ ദിവാകരൻ. സാറേ, സാറിന് ഇപ്പം കുറച്ചായിട്ട് ഞാൻ ടൈം കിട്ടാതെ കൊണ്ടാണ് സാറേ. ഞങ്ങളിപ്പോ ട്രൈ ചെയ്യുന്നത് എല്ലാം വിട്ടിട്ടു പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. നമ്മൾ എൻഡിങ് ഓഫ് ദ ലൈഫായി. അപ്പൊ നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോഴേ നമ്മൾ വിളിക്കുക. അപ്പോ ആ ടൈമിൽ നമുക്ക് അറിവുള്ള കൂട്ട ഇതിനിപ്പോ മെനക്കിടുക അല്ലേ. കേരളത്തായിട്ട് നടക്കുന്ന കൂട്ടറൊന്നും ഇങ്ങനെ മെനക്കിടില്ല. അപ്പോ അവരും പിന്നെ എത്രയോ ഹാർഡ് വർക്കിലാണ് അവർക്ക് കിട്ടുന്നത്. അവര് കിട്ടിക്കോട്ടെ.
പിന്നെ എല്ലാവർക്കും കിട്ടണം. അപ്പൊ ഒരു റേറ്റിംഗ് അല്ലേ വരിക. എന്റെ കെയറോപ്പ് തന്നെ അനവധി ആള്, ഞാൻ സംഗീതജ്ഞനായതുകൊണ്ട് ദിവാരാട്ട നിങ്ങള് ന്യൂസ് കേരള നിങ്ങൾ പറയുമ്പോ നല്ല വാക്കെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് നമ്മള് പിന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ ഇടക്ക് വിളിക്കുക. നമ്മൾ അതുമല്ല പലതും വിട്ടിട്ടാ നമ്മള്, എനിക്ക് ധാരാളം സ്വത്തും കാര്യമെല്ലാം ഉണ്ട്, എന്നാലും അതെല്ലാം വിട്ടിട്ടാ ഈ ഒരു സമയം 1 മണിക്കൂർ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടി അത് പറഞ്ഞുതരാം. രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മളൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുമ്പോ അത് ഡീലായിട്ടല്ല, ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തോ ദോഷം വരുമ്പോ അത് മറ്റു ഈ വോട്ട് ചെയ്യുന്ന കൂട്ടറോ അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കൂട്ടറോ രാഷ്ട്രീയം പിന്നെ മാറിയിട്ട് ഡീല് പോലെ വേറെ പിന്നെ പാർട്ടിയിലേക്ക് പിന്നെ വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ അവർക്ക് വോട്ട് കൊടുക്കുകയില്ല, അവരായിട്ട് കൂട്ട് ചേരും. അത് ഡീലായിട്ടല്ല കൂട്ടുണ്ട്. പിന്നെ അതുമല്ല, ഈ മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന കൂട്ട് റെസ്പെക്ട് മേനേജ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ആ ഉന്നത സ്ഥാനത്ത് ആ ബഹുമാനം, സാർ ഇപ്പൊ ആ സീനിയർ അല്ലേ, സാറിനെ എല്ലാവരും ബഹുമാനിക്കുന്നില്ലേ? എന്നെ ആരും ബഹുമാനിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് സ്നേഹപൂർവ്വം പറയാണ്. അങ്ങനെ എതിർക്കാനും തർക്കിക്കാനും പറയില്ല. ഞാൻ ഈ ബഹുമാനത്തിന് ഇതൊന്ന് കേൾക്കോ ശ്രീ ദിവാരൻ, ഇതൊന്ന് കേൾക്കോ. അതായത് ഞാൻ ആരും എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടാറില്ല കേട്ടോ. എന്നെ ആളുകൾ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ബഹുമാനം എന്നൊരു കാര്യം ഇല്ല. ഞാൻ ഇത് പെട്ടെന്ന് ഈ അങ്ങിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ പഠിച്ച ക്യാമ്പസിലെ അധ്യാപകരാണ്. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ അവിടെ റോമിള താപ്പർ എന്നൊക്കെയുള്ള വലിയ ചരിത്രകാരന്മാർ, ഞങ്ങളൊക്കെ എന്താ വലിയ ആരാധനയോടെ നോക്കിക്കണ്ട അധ്യാപകരൊക്കെ, അതുപോലെയുള്ള ചമ്പകലക്ഷ്മി, അതുപോലെയുള്ള ഈ അടുത്ത് മരിച്ച പ്രൊഫസർ KN പണിക്കർ, അവരൊക്കെ വിദ്യാർത്ഥികളോട് ഞങ്ങളുടെ ക്യാമ്പസിലെ അധ്യാപകർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അവരെ പേര് വിളിക്കാനാണ് പറയുക. കാരണം സാറിന് വിളിച്ചാൽ ഏത് സാറാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് സാറിന് വിളിക്കുമ്പോൾ എന്നെയാണോ എന്നറിയില്ല. അതുകൊണ്ട് എന്നെ പേര് വിളിക്കാൻ പറയുകയും സൗഹൃദത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ക്യാമ്പസിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആളുകൾ നമ്മളെ ബഹുമാനിക്കുകയല്ല, ആളുകൾ നമ്മളെ സ്നേഹിക്കുകയാണ് സുപ്രധാനം എന്നതാണ്. ബഹുമാനം, റെസ്പെക്ട്, ഡിസിപ്ലിൻ, ഓണറബിൾ, അതായത് അതല്ല ഞാൻ പറഞ്ഞു. റെസ്പെക്റ്റും ഡിസിപ്ലിനും ഒക്കെ അല്ല, മനുഷ്യരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലെ നല്ല മനുഷ്യനാ, എല്ലാം കൊണ്ടും അറിയാം. സാറിന്റെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ ഞാൻ യൂട്യൂബിലും മറ്റുള്ള ഇതിലെല്ലാം ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കലുണ്ട്. ഞാൻ അതെല്ലാം എന്റെ പാട്ടുകൊണ്ട് യൂട്യൂബ് ദിവാൻ തലശ്ശേരി എന്നുള്ള യൂട്യൂബിൽ എല്ലാത്തിലും ഉണ്ട്. സാറിനെ പറ്റിയിട്ട് ബേസിസ് എ മിറർ ഓഫ് ദ മൈൻഡ്, ഇൻഡെക്സ് ഓഫ് ദ മൈൻഡ് നമുക്ക് മനസ്സിലാവും. അത് സംസാരത്തിൽ തന്നെ നല്ല മനുഷ്യനാണ് മനസ്സിലാവും. ശരി ശരി ഓക്കെ. അപ്പോൾ ശ്രീമതി സെബീന എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം. ശ്രീമതി സെബീനയ്ക്ക് വിളിച്ചിട്ട് കുറേ ദിവസം കിട്ടുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കുറേ ദിവസമായില്ലേ ശ്രീമതി സെബീന നമ്മൾ സംസാരിച്ചിട്ട്? ഇന്ന് മനുവിന് ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് മനുവിനെ ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആളുകൾ പുകഴ്ത്തിയാൽ അതിൽ വീണുപോകും. അപ്പോൾ ഇത് പിന്നെ പലപ്പോഴും എൻ്റെ ഭാര്യ എന്നെ പരിഹസിക്കുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും പുകഴ്ത്തിയാൽ നിങ്ങൾ അതിൽ വീണുപോകും എന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഞാനൊരു അങ്ങനെ വേണമെങ്കിൽ പരിഹസിക്കുന്നവർക്ക് പറയാം. പക്ഷെ ഞാനിത് ഇഷ്ടപ്പെടുകയാണ്. ആളുകൾ നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയൊന്നും ഇല്ലാതെ നമ്മളെ ഇങ്ങനെ ടി വിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള മനുഷ്യരാണല്ലോ. അത് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്ന്, ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത്, കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് അത് അങ്ങനെ വളരെ നല്ലതാണ്. എല്ലാവർക്കും പുകഴ്ത്തുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം മനുവിന് പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു എന്താണ് പിന്നെ ഒരു എക്സാഗറേഷൻ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഈ പുതിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ അതിനുശേഷം വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊള്ളാം. അതിനെക്കുറിച്ച് ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ പല ആളുകളും എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ ശ്രീമതി സെബീന, ഈ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയും മറ്റേ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കുകയും ചെയ്യുന്നത് ശരിയല്ല, കുറച്ച് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്ത് ഞാൻ സൈക്കിൾ ചവിട്ടണം എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അങ്ങനെ മാറി മാറി, കാരണം ഇതിപ്പോ കോളിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോഴും കിരണാണ് കൂടുതൽ പണിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് ഇടയ്ക്ക് തോന്നാറ്. കിരൺ ഇച്ചിരി പണി കൂടുതലുള്ളതായിട്ടും, കാരണം കോൾസിന്റെ എണ്ണം നോക്കുമ്പോൾ കിരൺ ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മനു കുറച്ചുകൂടെ
കോൾസിന്റെ എണ്ണം കുറച്ച് കുറവായിട്ടാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തത്. പിന്നെ മനു കുറച്ചുകൂടെ വാട്സപ്പ് കമന്റ് ബോക്സിലൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു. കിരണിന്റെ കമന്റ് വായിച്ചില്ല എന്ന് പറഞ്ഞ ആൾക്കാരും തെറി വിളിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരുടെ അതിലും വളരെ വ്യത്യസ്തതയുണ്ട്. രണ്ടുപേരുടെ ആങ്കറിംഗിൽ വ്യത്യസ്തതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ രണ്ട് സൈഡില് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. കാരണം കോൾസിന്റെ എണ്ണം കൂട്ടുന്നതും കാരണം ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നതല്ലേ. പക്ഷെ അതിലുള്ള കാര്യം എന്താണെന്നറിയുമോ ശ്രീമതി സെബീന, ഇപ്പം ശ്രീമതി സെബീന തന്നെ കുറേ കാലത്തിന് ശേഷമാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ വിളിക്കുന്ന ആളുകളുമായി ഒരു വ്യക്തിപരമായി എന്താണെന്നറിയില്ല അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് പല ആളുകളുമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പലരും എന്നോട് ഇതിൽ ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ അസുഖത്തിൻ്റെ കാര്യം, അവരുടെ കല്യാണക്കാര്യം, അവരുടെ വീട്ടിൽ ഇപ്പോൾ ശ്രീമതി സെബീന തന്നെ എന്നോട് ഹസ്ബൻഡ് വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരുമായി അറിയാതെ ഒരു നമ്മളൊരു ഫാമിലി എന്നുള്ള തരത്തിൽ പോലെ ഉള്ളൊരു ബന്ധം ആളുകളിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവരെ കാണുമ്പോൾ ഞാൻ ഈ സമയപരിമിതി ചിലപ്പോൾ മറക്കും, ചിലപ്പോൾ അതിങ്ങനെ ആ കഥകളിലേക്ക് വീണു പോകും. അതാണ് പ്രശ്നം. അതെ, ഇത് കുറച്ചുകൂടെ എന്നുവെച്ചാല് കുറച്ചുകൂടെ ഇമോഷണലി കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് മനു ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത്. കിരൺ തികച്ചും പ്രൊഫഷണൽ വേയിലാണ്, ഒരു ഇമോഷണലി യാതൊരു ബന്ധവുമില്ല ആരുമായിട്ടും. ഈ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടുപേരും ഓരോ രീതിയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. കിരണിനെയും അതുപോലെ മനുവിനെയും ഓരോ തലങ്ങളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ന്യൂനപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷം, അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷം പോകുന്ന ഭാഗത്തല്ല ഭൂരിപക്ഷം പോകുന്ന ഭാഗത്തല്ലേ വിജയം വരേണ്ടത്. ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരുള്ള. പിന്നെ അങ്ങനെ നോക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ ഭരണ തുടർച്ച ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ പോലും ഇനിയൊരു ഭരണ തുടർച്ച അതിൽ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്, അതിനൊരുപാട് ദോഷങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാല് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരേ പാർട്ടി ഭരിക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഒപ്പോസിഷൻ പ്രതിപക്ഷം വളരെ ദുർബലമായി പോകും. എന്നിട്ട് ഭരണപക്ഷം നമ്മളെ എതിർക്കാൻ ആരുമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എന്തും ചെയ്യാൻ ഉള്ള ഒരു ഏകാധിപത്യ മനോഭാവത്തിലേക്ക് അവർ പോകും. അതിന്റെ കമ്മ്യൂണിസ്റ്റ് തിയറി തന്നെയാണ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായി ഇത് പ്രതിഷേധങ്ങൾ ഉണ്ടാകണം എന്നാണ് നിലപാട് അല്ലേ? അതെ, നമുക്ക് എപ്പോഴും നല്ലൊരു പ്രതിപക്ഷം ഉള്ളതാണ് നല്ലൊരു ഭരണഘടന അല്ലെങ്കിൽ നല്ലൊരു ഡെമോക്രസിയുടെ ഒരു ചിഹ്നം അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ വേണം. അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഏകാധിപത്യ പ്രവണത ഒരു ഡെമോക്രാറ്റിക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് അത്രയും ഭൂഷണമല്ല. പിന്നെ ഉള്ളത് ഈ അഴിമതി ഉണ്ടാകാനും അതുപോലെ ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഉണ്ടാകാനും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ് തുടർ ഭരണം വരുമ്പോൾ. അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ഭരണം കിട്ടുമ്പോൾ ഈ ഭരണ നേതാക്കൾ അഹങ്കാരികളായിട്ട് മാറും. എന്നിട്ട് അഴിമതികൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ നേരെ ഇവർ തിരിച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ തുടർ ഭരണം കിട്ടുമ്പോൾ തുടങ്ങി വെച്ച പദ്ധതികൾക്കൊരു തുടർച്ച ഉണ്ടാകുന്നു, തുടർ നയങ്ങളിൽ ഒരു തുടർച്ച ഉണ്ടാകുന്നു, വികസന തുടർച്ച ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ അടുത്ത് ഈ വിഷയം വലിയ തർക്കമായിരുന്നു. ഈ ശ്രീമതി സബീന ഉന്നയിച്ചൊരു വിഷയം തുടർ ഭരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞല്ലോ ഇത് 2 തവണയായി ഇനി ആയാൽ പ്രശ്നമാണെന്ന്. അതിന് പല ഇപ്പോൾ MA ബേബി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇപ്പോൾ 2 തവണ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയാൽ 3-ാം തവണ വേണ്ട എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. നമ്മൾ 3-ാം തവണയും ആ വിജയം കിട്ടണം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൂടുതൽ വിശ്വാസം ഏറ്റെടുക്കാൻ കൂടിയുള്ള വലിയ ഉത്തരവാദിത്വം ആ നിലയിൽ കിട്ടും എന്ന് അന്ന് ഒരു ആർഗ്യുമെന്റ്. മനു, ഉത്തരവാദിത്തം ഈ തുടർച്ചയായിട്ട് കിട്ടുമ്പോൾ ഉത്തരവാദിത്തം കുറയുകയും അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഒരു സിസ്റ്റത്തിനെ കംപ്ലൈന്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇപ്പൊ പല ഈ ആരോഗ്യ മേഖലയിലൊക്കെ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ സിസ്റ്റത്തിനോട് കൊണ്ടുവയ്ക്കുന്നു. ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒപ്പോസിഷൻ വളരെ വീക്കായി കൊണ്ടുപോകും. അപ്പൊ അവർക്കൊരു വിലയില്ലാത്തതായി മാറും ഒപ്പോസിഷന്. കാരണം ഇവർ 10-15 വർഷം കൊണ്ട് ഈ വീണ്ടും പുറത്തേക്ക് ഇരിക്കുക. ഇവരുടെ മുന്നണികളൊക്കെ ആകെ ക്ഷയിച്ചു പോകും. ഇവരുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാം എന്നുള്ള രീതിയിൽ ഇവരുടെ ഘടകകക്ഷികളൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ പോലും വരും. അപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഒത്തിരി ചിന്തിക്കുന്നവരാണ്, ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മളൊരു പാർട്ടിയിൽ, ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, എനിക്ക് ഇടതുപക്ഷത്തിനോട് തന്നെയാണ്, ഞാൻ മരണം വരെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അതിനോട് പിന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനങ്ങളോടുള്ള അപ്രോച്ചില്, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള അപ്രോച്ച് അതിലൊക്കെ വളരെ മോശമായിട്ട് ഉള്ള ഫീല് വരുന്നുണ്ട്. അതൊന്നും പാടില്ല. കാരണം
ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് കയർത്ത് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അതൊരു നല്ല പ്രവണതയല്ല. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? കാരണം നമ്മൾ തന്നെയാണ് ഇലക്ട് ചെയ്ത് ഇവരെ നമ്മളെ ഭരിക്കാനല്ല, നമ്മളെ സേവിക്കാനാണ് നമ്മൾ ഇവിടെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. ആര് പറഞ്ഞു ഇവരൊക്കെ നമ്മളെ ഭരിക്കാനുള്ളവരാണെന്ന്? നോ, അങ്ങനെ ഒരിക്കലും നമ്മളെ ഭരിക്കുകയാണെന്ന് ഇവർക്കൊരു തോന്നൽ വരും. അവര് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഭരിക്കാൻ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന് വലിയ സന്തോഷമാവുന്നുണ്ടാവുമല്ലോ അല്ലേ? ഭർത്താവിന് അത് അവരുടെ മാത്രം സൈഡാണ്. ഇത് എന്റെ സൈഡ് മാത്രമാണ്. അവരുടെ ഈ രാഷ്ട്രീയത്തിനെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്നത് എന്റെ രാഷ്ട്രീയമല്ല. ഇത് എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. അപ്പൊ പുള്ളി വിചാരിക്കും ചിലപ്പോൾ ഞാനിതൊക്കെ പറയുന്നോണ്ട് എനിക്ക് കോൺഗ്രസിന്റെ അനുഭാവിയായി മാറുമെന്ന്. ഒട്ടുമില്ല. പക്ഷെ എന്റെ പാർട്ടിയും എന്റെ പ്രത്യയശാസ്ത്രവും എന്റെ കാഴ്ചപ്പാടുകളൊക്കെ എന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ ഗവേണിംഗ് നമ്മുടെ ഭരണകക്ഷിയിലിരിക്കുന്ന ആൾക്കാരുടെ നമ്മുടെ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ ആരെയും സഹിക്കണം, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ സഹിക്കണം എന്നുള്ളൊരു ആവശ്യമില്ല. അതിന്റെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ദീർഘ ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ശശിധരൻ പിള്ള ഇവിടെ ശ്രീമതി സെബീനയോട് ഒരു നിർദ്ദേശം വയ്ക്കുന്നത്, നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് സ്ത്രീ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഒരു വനിതാ അവതാരകയെ വേണം എന്നായിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കൂടെ പൊതുവേദിയുടെ അവതരണത്തിന് എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് കൂടെ പൊതുവേദിയുടെ അവതരണത്തിൽ എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശ്രീ ശശിധരൻ പിള്ള മുമ്പും ഈ ആവശ്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ വനിതകൾ പൊതുവേദി അവതരിപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിന് പല ഘട്ടങ്ങളിൽ മറുപടി പറഞ്ഞതാണ്. പിന്നെയും അദ്ദേഹം ഇത് തുടർച്ചയായി ഉന്നയിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ വാർത്താവതരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. ഇനി പൊതുവേദിയുടെ കാര്യത്തിൽ നമ്മൾ അവരുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ഞങ്ങൾ ഈ പൊതുവേദി ഏറ്റെടുക്കുന്നത് ശരിക്കും ഈ ആങ്കർ, ഞാനിത് നിങ്ങളോടൊരു രഹസ്യം എന്ന നിലയിൽ പങ്കുവയ്ക്കുകയാണ്, ശരിക്കും ടെലിവിഷൻ ആങ്കർമാർ ആഗ്രഹിക്കുന്നത് അവർ വലിയ നേതാക്കളെ, പ്രമുഖരെ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ അഭിമുഖം ചെയ്യുമ്പോഴാണ് അവരുടെ കൂടി ഒരു നിലവാരം ഉയരുന്നത് എന്ന് ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ അഭിമുഖം എടുക്കുന്ന ആളുകൾക്കൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെ അവതരണം നടത്തുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് വലിയ ആളുകളുമായി, സമൂഹത്തിലെ എന്തെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വലിയ ആഗോളതലത്തിൽ ശ്രദ്ധേയായവർ, അവരുടെയൊക്കെ ഒരു അഭിമുഖം എടുക്കുക, അവരോട് സംവദിക്കുമ്പോഴാണ് അതൊരു വലിയ വാർത്തയാകുന്നത് എന്ന് തെറ്റിദ്ധരിക്കുക. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തപ്പോൾ പല ആളുകൾക്കും ഇത് അവതരിപ്പിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ വലിയ കാര്യം. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് സാധാരണക്കാരുടെ ശബ്ദമാകുന്ന ഈ പരിപാടി ഞങ്ങൾ അത് ഏറ്റെടുക്കാമെന്ന് പറയുകയും അങ്ങനെ സാധാരണക്കാരുടെ ഈ ശബ്ദം ഈ അസാധാരണമായ, അതായത് വലിയ ആളുകൾ, വലിയ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ കേൾക്കുന്നൊരു സാഹചര്യവും ഈ പൊതുവേദി വഴി ഉണ്ടായി എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് ഇപ്പോൾ ഞാൻ ശ്രീ ജയകുമാറിനും ശശിധരൻ പിള്ളയ്ക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ പൊതുവേദി ഇന്ന് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കാണുന്നു, അവർ ഞങ്ങളെ വിളിച്ച് അഭിപ്രായം പറയുന്നു, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താഗ്രഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ അവരെപ്പോഴും പൊതുവേദിയെ ആശ്രയിക്കുന്നു. അപ്പോൾ വലിയ ആളുകൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ സാധാരണക്കാർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ പൊതുവേദി കാഴ്ചക്കാരായി ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഒരു വലിയ നേതാവ് എന്ത് പറയുന്നു എന്നത് കേൾക്കുന്നതിനെ അതേ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ ഈ പൊതുവേദിയിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ കൂടി ആളുകൾ ആഗ്രഹിക്കുന്നു. ആ നിലയിലേക്ക് ഈ പരിപാടിയുടെ ഒരു രീതി മാറുകയാണ്. പക്ഷേ അപ്പോഴും ഈ സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ് ഞങ്ങളാരും തടഞ്ഞു വെച്ചതല്ല, അവരത് വലിയ താല്പര്യം എടുക്കാത്തത് കൊണ്ടാണ്. എടുത്തു വരികയാണെങ്കിൽ സന്തോഷം. അവർക്ക് പക്ഷേ കൂടുതലും അല്ലാത്ത വളരെ ഗൗരവത്തിലുള്ള ബുള്ളറ്റിനുകൾ വായിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളാരും സ്ത്രീകളെ തടഞ്ഞു വയ്ക്കുന്നില്ല. ഇത് ഞാൻ പലതവണ ശശിധരൻ പിള്ളയോടും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധം ഒരു വനിതാ അവതാരിക വേണമെന്ന്. അപ്പോൾ അവർ വരികയാണെങ്കിൽ സന്തോഷം. ആർക്ക് അങ്ങനെ താല്പര്യം കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പള്ളിയിലെ സ്വർണ്ണക്കുരിശ് മോഷ്ടിച്ച ബഷീറിൻ്റെ പൊൻകുരിശ് തോമയെ പറ്റി വായിച്ചിട്ടുണ്ടോ എന്ന്
ചോദിക്കുന്നു. എല്ലാ ദിവസവും വിളിക്കും, പക്ഷേ കോൾ കിട്ടുന്നില്ല എന്ന് VP എന്നോട് പറയുന്നു. മൈ ഗോഡ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ചില ആളുകൾക്ക് ഞാൻ അങ്ങനെ ഒരു അടുത്ത ദിവസം തൊട്ടൊരു നമ്പർ ഇടാം, എൻ്റെ നമ്പർ ഇടാം. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒരു തവണ പോലും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഒരു വഴിയുണ്ടാക്കാം. ഈ പരിപാടിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നോട് സാജിൽ ചോദിക്കുന്നു. ഇല്ല, ഞങ്ങൾ ആരെയും സെലക്ട് ചെയ്യാറില്ല. അപ്പോൾ അനഘ എന്നോട് പറയുകയാണ്, വനിതാ അവതാരകരുടെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം. അപ്പോൾ അത് അനഘ നമ്മുടെ വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെടുമെന്ന് വിചാരിച്ചത് ഞാൻ. പക്ഷേ വനിതകൾക്ക് അങ്ങനെ അവർക്ക് ആരാണ് അവർ ചെയ്തോട്ടെ എന്നുള്ള, ഞങ്ങൾ ചെയ്യട്ടെ എന്നുള്ള നിലപാടാണ് അനഘ പറയുന്നത്. അതിൽ അനഘയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വീട്ടിലിരുന്ന് ഭരിക്കുകയുള്ളൂ LDF എന്ന് ജയകുമാർ പറയുന്നു. കോൺഗ്രസിനും CPMനും തീരെ വധികൾക്കൊപ്പം NDA വികസനത്തിനൊപ്പം എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷിൻ്റെ കാര്യം അതാണ്. കോൺഗ്രസിനും CPMനും പോലെയല്ല, NDA ആണ് വികസനത്തിനൊപ്പം. അപ്പം ശിവദാസൻ നായർ ഇതിലൊരു വിമർശനമുണ്ട് കേട്ടോ. മനുവിനെ സംബന്ധിച്ച് സെബീന പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സെബീന തന്നെ എത്ര നേരമാണ് വിഷയത്തിന് പുറത്ത് സംസാരിച്ചത് എന്ന് പറയുന്നു. സെബീനയുടെ അഭിപ്രായം ഗുണം ചെയ്യുന്നത് ഭർത്താവിൻ്റെ പാർട്ടിക്കാണ് എന്ന് ഓർക്കണം എന്ന് കൃഷ്ണൻകുട്ടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി അത് പോട്ടെ, അവരുടെ ഒരു നിലപാട് പറഞ്ഞതേ ഉള്ളൂ. അതിലെത്ര ഗൗരവം അല്ലെങ്കിൽ അതിനെ അത്ര നമ്മൾ ഇതാക്കണ്ട. ഓക്കെ. UDF അധികാരത്തിൽ വന്നാൽ വയനാട് തുരങ്കപാത പൂർത്തീകരിക്കുമോ എന്ന് ഇനി ഈ അനുഭാവി ഉത്തരം പറയണം എന്ന് പറയുന്നു. അമ്പാടി പറയുന്നു, നമ്മൾ പ്രജകളാണ്. അഭിപ്രായ വ്യത്യാസം സെബീനയുടെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹായ് മനു ചേട്ടാ, സുഖമാണോ? ഇന്ന് സുന്ദരനായിരിക്കുന്നു എന്നൊക്കെയാണ്. ഞാൻ ഇന്ന് സെബീന പറഞ്ഞ പോലെ ആളുകൾ എന്നെ ഇന്ന് പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ അഭിജിത്തിനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. കാരണം ത്രിവർണ്ണ പതാകയൊക്കെയാണ് ചിഹ്നമാക്കി വെച്ചിരിക്കുന്നത്. സുന്ദരനായിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മനുചേട്ടൻ ഫുൾ പോസിറ്റീവാണ്. ഷെബീന ചേച്ചി പറയുന്നത് കറക്റ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് തരം അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ചില ആളുകൾക്ക് അധിക സമയം കൊടുക്കുന്നത് മറ്റു ചില ആളുകളെ മുഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്ന ആളുകൾ വല്ലപ്പോഴും കിട്ടുമ്പോൾ അവരോട് കൂടുതൽ നേരം സംസാരിച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല. മറ്റൊരു ഇതുപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട്, സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി തിരക്കിലായി പോയോ കുറേ ദിവസം? പെരുന്നാളൊക്കെ ഗംഭീരമായ. ഞാൻ കുറെ ആയി വിളിച്ചിട്ട്, കാരണം 2 മാസത്തോളായി വിളിച്ചത്. അതെ, എന്നോട് പെരുന്നാൾ സമയത്തോ മറ്റോ അതിന് മുന്നേറ്റോ വിളിച്ചോ? ഇല്ല, പെരുന്നാളിന്റെ കുറെ മുമ്പേ വിളിച്ചു, നോമിനൊക്കെ കുറെ മുമ്പേ. പെരുന്നാളൊക്കെ ഗംഭീരായോ? ഗംഭീരായി. നിങ്ങൾ നമ്മളെ പറ്റി അങ്ങനെ കുസുക കാര്യങ്ങളൊന്നും ഇതിനില്ല. അതാണ് എനിക്ക് ഭയങ്കര, കാരണം നിങ്ങളടുത്ത് അത്ര താല്പര്യം ഇല്ല. പറയണല്ലോ. ശ്രീ സൂപ്പി അന്വേഷിക്കുന്നില്ലാന്നോ? സൂപ്പിയെ കുറിച്ച് കൂടുതൽ ബാക്കിയുള്ള എല്ലാ നാട്ടിലും, നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട്, എവിടെയാ നാട് എന്നൊക്കെ നമ്മളെ വെള്ളമുണ്ടയെ കുറിച്ച് ഒരു വിവരം നിങ്ങൾക്ക് അറിയില്ല. അല്ല, അത് അങ്ങ് ഓർക്കാതെ ഞാൻ അങ്ങയോട് എത്രയോ തവണ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് പള്ളിയിൽ പോകുന്ന കാര്യം, അങ്ങ് നോൽമെടുക്കുന്നത് കാര്യങ്ങൾ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് മറന്നുപോയതാണ്. ഞാനിത് മറക്കില്ല. ഞാൻ ഇവിടെ ഇതിലേക്ക് വിളിക്കുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പം നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എന്നോട് ഈ പരാതി പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പരാതി പറയില്ല. ഒരു അടുപ്പം തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ അന്വേഷിച്ചില്ലെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യം തുറന്നു പറയണല്ലോ. അതെ, പക്ഷെ അത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ശ്രീ സൂപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്നാമത് ഈ പേരിൽ വേറെ ആരും നമ്മളെ വിളിക്കാറില്ല. ഇല്ല, ഓക്കെ, അത് തന്നെ. എന്നെ പറ്റി വേറൊരു പേരില്ല വയനാട്ടിലോ ഒരു സ്ഥലത്തും ഇല്ല. സൂപ്പി എന്ന് പറഞ്ഞ പഴയ പേരാണ്, പഴയ കാലത്തെ പേരാണത്. നമ്മളെ ഉപ്പുമാരൊക്കെ പേരാണ്. അതെ, അത് ഇപ്പൊ എങ്ങനെയാ മുത്തശ്ശന്റെ മറ്റോ പേരിന്റെ ഓർമ്മയ്ക്കായി ഇട്ടതാണോ ഈ പേര്? അങ്ങനെയല്ല, മുത്തച്ഛന്റെ പേര് അങ്ങനെ ഇട്ടതാ. അങ്ങനെ ഇട്ടതാണ് അല്ലേ? അതെ, അങ്ങനെ ഇട്ടതാ. അക്കാലത്ത് ഇട്ട പേരല്ല, ഇപ്പൊ അങ്ങനത്തെ പേരില്ല. ഞാൻ അങ്ങേ എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്ന് മനസ്സിലായില്ല ഇപ്പൊ. അതെ, ആടെ സന്തോഷമുണ്ട്. കാരണം വിഷയം നമുക്ക് കടക്കാം, കാരണം സമയം പോകുന്നല്ലേ, നമുക്ക് മറ്റുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ന്യൂനപക്ഷ വോട്ട് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് UDF പല ശ്രമം നടത്തുന്നത്. കാരണം STP പോലുള്ളവർക്ക് UDF വന്നാല് പല സ്ഥാനങ്ങളും കൊടുക്കും. പല STP മറ്റേ വെൽഫെയർ പാർട്ടി അവരൊക്കെ ഒരു സ്ഥാനങ്ങൾ കൊടുക്കും ഭരണ രംഗത്ത്. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ കാസർഗോഡ് ഉണ്ട്, പാണക്കാട് തങ്ങൾ തന്നെ പറഞ്ഞ് അവരോട് STP പിൻവലിക്കണമെന്ന് ഇല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹലോ,
ഇന്ന് കേട്ടു നിങ്ങൾ അറിയോ ആ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ പേര് പറയുന്ന ന്യൂനപക്ഷങ്ങളെ കുറിച്ച് എന്തെന്നാ ഇവർക്ക് ലീഗുകാർക്ക് കോൺഗ്രസ് വരുന്ന ഞാൻ ആക്ഷേപമില്ല. ഈ ലീഗിനാണ് അഹങ്കാരം കൂടുതല ലീഗുകാർക്ക്. അതെ, അഹങ്കാരം കൂടുതൽ അവർക്ക്. കാരണം നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ഇത് കാണിക്കണമെന്നാ, കരുണ കാണിക്കണം. കഴിഞ്ഞ ദിവസം പൊളിഞ്ഞാൽ ഒരു ഉമ്മ മരിച്ചു. ആ ഉമ്മയുടെ മയ്യത്ത് പള്ളിയിൽ കയറ്റാൻ സമ്മതിച്ചിട്ടില്ല. പള്ളി കയറ്റപ്പോ പള്ളിയുടെ പൂട്ടി താക്കോലൊക്കെ വലിച്ചു കഴിഞ്ഞ് അവരെന്താ ചെയ്തെന്നോ, വെള്ളം ഒക്കെ ശുദ്ധീകരിക്കുന്ന വെള്ളം വരെ ഒഴുക്കി കളിപ്പിക്കാൻ. ലീഗ് ഭരിക്കുന്ന മഹല്ല ലീഗുകാരാണ് അതിന്റെ അടുത്ത ഉത്തരവാദിത്തപ്പെട്ട ആള്. അത്രയും ദ്രോഹം ചെയ്തു. കാരണം മുഹമ്മദ് നബി ഒരു യഹൂദന്റെ മയ്യത്ത് കൊണ്ടൊന്ന് എണീച്ച് നിൽക്കുകയാണ്, ബഹുമാനിക്കുകയില്ല. അത്രയും ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലീഗുകാർ. അപ്പൊ അത്ര ആൾക്കാർ മൊത്തത്തില് അങ്ങനത്തെ ലീഗുകാർക്ക് അഹങ്കാരം കൂടുതൽ. അങ്ങനെയാണോ? ഞാൻ കണ്ട എന്റെ അറിവിലുള്ളവരെല്ലാം വളരെ നല്ല ആളുകളാണ് കേട്ടോ. ഇന്നലെ കണ്ടില്ല യു പ്രതിഭയെ പറ്റിയിട്ട് ഒരു ലീഗിനെ ഏതാ ഇന്ന് പറഞ്ഞാൽ കേട്ടിട്ടോ, ന്യൂസിലെല്ലാം വന്നിട്ടുണ്ടല്ലോ. യു പ്രതിഭ ഉണ്ടല്ലോ, യു LDF-ന്റെ എന്തൊക്കെയാ പറഞ്ഞിട്ട് അതൊക്കെ പറയാൻ പാടില്ല. ഒരു വനിതയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ലീഗിന്റെ അഹങ്കാരം കൊണ്ടാണ്. കാരണം അവരൊക്കെ എന്തൊക്കെ ലീഗിൽ നിന്ന് പുറത്താക്കണം. ഇതാണ് പാണക്കാട് തങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സംസ്കാരം. അതൊക്കെ നമ്മൾ പറയേണ്ട സ്ഥലത്ത് പറയുക ചെയ്യണം. അതാണ് പറയേണ്ടത് പറഞ്ഞു. മനുവിനെ പോലൊക്കെ എല്ലാ ആശംസകളും. കാരണം ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയത് അത് സന്തോഷം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരോടും എൻ്റെ ആശംസകൾ പറയണം. അപ്പോൾ പള്ളിയിൽ സ്ഥിരമായി പോകുന്നതുകൊണ്ട് പള്ളിയിലെ ആളുകളോടൊക്കെ എൻ്റെ ആശംസകൾ അറിയിക്കണം. ശ്രീ സൂപ്പി വയനാട്ടിൽ വരും. വെള്ളം വയനാട്ടിൽ ഈ ഇലക്ഷന് വരൂലേ, ഇതിനൊക്കെ വരൂലേ. അന്നേരം വെള്ളമുണ്ട സൂപ്പി എന്ന് പറഞ്ഞാൽ അറിയാം, ആർക്കും അറിയാം. വയനാട്ടിൽ അറിയാത്ത ആളില്ല തന്നെ. ശരി, ഞാൻ വെള്ളമുണ്ടയിൽ ഒരു ദിവസം വരുമ്പോൾ ഞാൻ അന്വേഷിക്കാം. ഞാൻ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് അവിടെ കവറിങ്ങിന് വന്നത്. പിന്നീട് വയനാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. നോക്കാം നമുക്ക്. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അഭിജിത്ത് വർക്ക് എന്നെയൊക്കെ പുകഴ്ത്തുന്നുണ്ട്. പരിപാടി നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ കൺമുന്നിൽ കാണുന്നതല്ലേ നിങ്ങളെ എന്നൊക്കെ അഭിജിത്ത് W9K എന്നോട് പറയുന്നു. അഭിജിത്തെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങ് വല്ലാതെ സന്തോഷിക്കുകയാണ്. സന്തോഷം. മനുവിൻ്റെ നമ്പർ ഇടാം എന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനുവിനോട് സംസാരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് എന്നോട് ശ്രീമതി ശാന്തകുമാരി പറയുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മാതൃസ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. സന്തോഷം. അപ്പോൾ ശ്രീമതി ശാന്തകുമാരിക്ക് ഞാൻ ഇതിൽ ഇടാം അടുത്ത ദിവസം. ഓക്കെ, അടുത്ത ദിവസം ഞാൻ പൊതുവേദി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടാം. ഇപ്പം ഞാൻ അത് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം എന്നോട് സതി ബാബുരാജ് നമ്മളൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു, യു ആർ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഒരു നല്ല ദിവസമാണ്. എല്ലാവരും എന്നെ പുകഴ്ത്തുന്നുണ്ട്. പ്രോഗ്രാം BJP ജയിക്കും എന്ന് പറയുന്നുണ്ട്, ഞാൻ സൂപ്പറാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സതി ബാബുരാജ്. അപ്പോൾ എന്നോട് അനഘ പറയുന്നത് എന്താണെന്നറിയാമോ, യു ഡോണ്ട് ആസ്ക് ഫോർ റെസ്പെക്റ്റ്, യു ഷോ വൈ യു ഡിസർവ് ഇറ്റ് മനു സാർ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തുന്നുണ്ട്. അനഘ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിലൊക്കെ വീണു പോകുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇത് പരിഹസിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ഇതിലൊക്കെ വീണു പോകും. എന്നെ ആളുകൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെ. ഈ അജിത് കുമാർ മാറോളി പറയുന്ന ഈ സൈക്കിൾ ഇടയ്ക്ക് മുന്നോട്ട് ചവിട്ടി പിന്നെ പിന്നോട്ട് ചവിട്ടുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ എന്നോട് വേറെ ആളുകൾ ആങ്കർ ചെയ്തതിനെക്കുറിച്ചൊക്കെ ഷിജു ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ പല ആളുകളും ചെയ്തു, പക്ഷേ ആളുകൾക്ക് എന്തുകൊണ്ടോ ഇതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. അതാണ് സംഭവം. അങ്ങനെ പള്ളിയിലെ അപ്പോൾ ഈ പരിപാടിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നോട് ഷാജിൽ ചോദിക്കുന്നു. എൻ്റെ ഷാജിൽ അങ്ങനെയില്ല, ഞാനായിട്ട് ആരെയും സെലക്ട് ചെയ്യുന്നില്ല. ഇതൊരു ഫോൺ ഇൻ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് വിളിക്കുന്നവർക്ക് കിട്ടുന്നു, ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഒരിക്കലും കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ ഈ നമ്പർ അടുത്ത ദിവസം ഈ യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്കിലിടാം. അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു പ്രത്യേക ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളവർക്കുണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, KG കുമാർ എന്നോടൊപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. അത് KG കുമാറിലേക്ക് ഞാൻ വരാം. അപ്പോൾ ശാന്തമ്മ മനോഹരൻ എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ശ്രീ ശാന്തമ്മ മനോഹരൻ, ഹലോ, നമസ്കാരം. കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം ജില്ലയിൽ അകലക്കുന്നം പഞ്ചായത്ത്. അകലക്കുന്നം. അവിടെയൊക്കെ രാഷ്ട്രീയ ചൂട് പിടിച്ചോ? എന്താ അവസ്ഥ? ഇവിടെ BJPക്ക് നല്ല ചൂട് പിടിച്ചു. അതെയാ? അവിടെ ശ്രീ ശാന്തമ്മ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നുണ്ടോ? അതോ കാഴ്ചക്കാരി? അപ്പൊ ഏത് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്നത്? BJPക്ക് വേണ്ടി. അത് ശരി. അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കോ? അവിടെ ആരാ മത്സരിക്കുന്ന? ആരാ? BJP സ്ഥാനാർത്ഥി രവീന്ദ്രൻ
വാകത്താനം എന്ന് പറഞ്ഞ പുള്ളിയാ മത്സരിക്കുന്നത്. ആ അത് ശാന്തികുമ്മനെതിരായിട്ടാണ് നിൽക്കുന്നത്. ആ ആ അപ്പോൾ അവിടെ മത്സരം എങ്ങനെ എങ്ങനെ പുരോഗമിക്കുന്നു? ജയിക്കുന്നാണോ? ശാന്തികുമ്മൻ ഇപ്രാവശ്യം തോക്കൂന്നാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അതെയോ? ആ അവിടെ ത്രികോണ മത്സരം, ആര് ജയിക്കും ആര് തോക്കൂന്ന് പറയാൻ കറക്റ്റ് പറ്റില്ല. ആ ഓ അപ്പോൾ അടിപൊളിയായിട്ട് മത്സരം പോന്നു. അപ്പോൾ BJP വലിയ പ്രതീക്ഷ അവിടെ വെച്ച് പുലർത്തുന്നുണ്ട് അല്ലേ? ആ അത് ശരി. അപ്പോൾ ഈ മൊത്തത്തിൽ BJP എത്ര വോട്ട് കിട്ടും എന്നാണ് കരുതുന്നത്? BJP മൊത്തം വോട്ട് അല്ല, കിട്ടുന്നത് മൊത്തം എന്ന് വെച്ചാൽ എത്ര സീറ്റ് കിട്ടുമെന്ന് അസംബ്ലിയിൽ നിങ്ങളൊക്കെ? ആ മൊത്തം സീറ്റ് ഒരു 10 പിടിക്കുന്നതാ വിചാരിച്ചിരിക്കുന്നത്. ഒരു 9 കിട്ടിയാലും മതി. 9 കിട്ടിയാലും മതി. 10 കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആ അപ്പോൾ വലിയ ആവേശത്തോടു കൂടി അവിടെ നിങ്ങളെല്ലാം പ്രവർത്തിക്കുകയാണ്. ഈ ചാണ്ടിയുമ്മൻ സൈക്കിളൊക്കെ എടുത്ത് കറങ്ങുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചാണ്ടിയുമ്മന്റെ കാര്യം ഒന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞാല്, ചാണ്ടിയുമ്മൻ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്ന സൈക്കിളെ കയറി കാശ്മീർ വരെ പോകുന്നുള്ള, അത് കഴിഞ്ഞ് ഇങ്ങനെ കന്യാകുമാരി വരെ പോകുന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ സൈക്കിൾ ചോട്ട് നടന്നാൽ വല്ല നാട് പുരോഗമാവും. അതെയോ? അല്ല, പക്ഷെ അത് ജനങ്ങളുമായി ബന്ധപ്പെടാനൊക്കെ അല്ലേ അപ്പോൾ അദ്ദേഹം വരുന്നത്? പുള്ളി ഇവിടെ കൊച്ചു വെളുപ്പാങ്ങൾക്ക് വന്ന ആരെങ്കിലും കാണോ വഴി കൂടെ? ഒരു സമയത്ത് വിളിച്ചു പറയണ്ടേ ഞങ്ങൾ ഇന്ന സമയത്ത് വരുമല്ലോ. അതെയോ? അപ്പോൾ ഈ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ജനങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? ഉമ്മൻചാണ്ടി എല്ലാം ചക്കര പോലെ വെച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അതെയോ? ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവായിട്ട് തിരുവായില്ലായിരുന്നു. അത് ശരി. അപ്പോൾ ഉമ്മൻചാണ്ടിയോട് വലിയ ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അല്ലേ? ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് BJP-യിലോട്ട് മാറിയത്. ഞങ്ങൾ ചെയ്തിട്ട് വോട്ടെല്ലാം ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ശരി. ഓ അപ്പൊ ചാണ്ടിയുമ്മന് കഴിഞ്ഞ പ്രാവശ്യം ചാണ്ടിയുമ്മനാ ചെയ്തത്. ഞാൻ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ട്. അന്നേരം ഉണ്ടടാ അവൻ ഒരു തരത്തിലും ചാണ്ടിയുമ്മൻ നാട് നന്നാക്കാൻ നോക്കുന്നില്ല. അതെയോ? ഒരു മരിച്ച വീട്ടിൽ വരികയില്ല. അപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ശാന്തമ്മ, കഴിഞ്ഞ തവണ ചാണ്ടി ഉമ്മൻ ജയിച്ചത് അവിടെ ഒരു 37,000 വോട്ടിനാണ് ജയിക്കുന്നത്. 37,000 വോട്ടിനാണ് ഈ CPM സ്ഥാനാർത്ഥി അന്ന് ജയിക്കോ മറ്റല്ലേ ജയിക്കിനെ പരാജയപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തവണ ജയിക്കില്ല. പക്ഷേ CPM-ന്റെ KM രാധാകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത് അല്ലേ? അപ്പൊ രവീന്ദ്രൻ വാക്കത്താനം ജയിക്കാൻ സാധ്യതയുണ്ടോ അതോ 2ാം സ്ഥാനത്ത് വരും? എന്താ നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ? എന്റെ കണക്കൂട്ടൽ 2ാം സ്ഥാനത്ത് വരും. 2ാം സ്ഥാനത്ത് വരും CPM. അപ്പൊ ആര് ജയിക്കാനും സാധ്യത അവിടെ കൂടുതൽ? അവിടെ ഭൂരിപക്ഷം കുറഞ്ഞാലും ചാണ്ടിയുമ്മൻ ജയിക്കും. ഭൂരിപക്ഷം കുറവായിരിക്കും, ചാണ്ടിയുമ്മൻ ജയിക്കും. ശരി, ഞങ്ങളൊന്നും വോട്ട് ചെയ്യല. വോട്ട് ചെയ്യില്ല. അപ്പൊ BJP-ക്കാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് ശ്രീമതി ശാന്തമ്മ ഞങ്ങള് അല്ലേ? ചെയ്തു. ഞങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് കാലുകാലാൻ പാടില്ലല്ലോ ഇനി. ശരി. അപ്പൊ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്ന് എന്നെ വിളിക്കണം. അപ്പൊ നമുക്ക് ഞാൻ നോക്കാം അപ്പൊ എന്തൊക്കെ എത്ര പറഞ്ഞതൊക്കെ ശരിയായോ എന്ന് ഞാൻ നോക്കാം. ഓക്കെ ശരി. അപ്പോൾ വ്യക്തമാണ് അവരുടെ അഭിപ്രായം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് KG കുമാർ കൂടിയുണ്ട്. ശ്രീ KG കുമാർ, സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടാണ് അങ്ങ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെന്താന്ന് വെച്ചാലേ സബീനെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. അതായത് പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി UDF-ന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമി UDF-ന് ഗുണം ചെയ്യും. കാര്യം അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ അനൌദ്യോഗികമായിട്ടുള്ള അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ പല പല ഡീലും ഇങ്ങനെ വരുന്നത്. പക്ഷെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് UDF ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല പല അടവുകളും തിരിച്ചും മറിച്ചും ചവിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പിന്നെ ലീഗ് UDF-ന്റെ പാളയത്തിലാണ് ഉള്ളത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ഇതെല്ലാം. സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനത്തിൽ 70% കൂടുതലും പിന്നെ കിടന്ന് കറങ്ങി തിരിയുന്ന ഈ വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ ആര് ജയിക്കും ശ്രീ KG കുമാർ? കൊട്ടാരക്കരയിൽ ബാലഗോപാൽ ജയിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് കൊട്ടാരക്കരയിലും ശരി. ഓക്കെ, വ്യക്തമാണ്. എനിക്ക് സമയമില്ല, സംസാരിക്കാം. അനിൽകുമാർ കൊല്ലത്ത്. ശ്രീ അനിൽകുമാർ, നമ്മുടെ സമയം അവസാനിക്കാനായി ചുരുങ്ങിയ വാക്കുകളിൽ. ഓക്കെ, പൊതുവേദിയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. വെരി ഗുഡ്. കുണ്ട്ര മണ്ഡലമാണ്. ഏത് മണ്ഡലം? കുണ്ട്രയിലാണ്. കുണ്ട്രയിലാണ്.
അപ്പൊ പൊതുവേദിയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം ഒന്നുമില്ല. കഴിഞ്ഞ 5 വർഷം PC വിശ്വനാഥ് MLA ആയിരുന്നു. വീണ്ടും PC വിശ്വനാഥ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പൊ അങ്ങ് ഒരു കോൺഗ്രസ് അനുഭാവിയാണോ? കോൺഗ്രസ് നമ്മള് സർക്കാർ സർവീസിലായതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അപ്പൊ SL സജികുമാറിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? SL സജികുമാറിന്റെ അവസ്ഥ നമുക്കിവിടെ വലിയ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ഈ റോബിൻ രാധാകൃഷ്ണനോ? റോബിൻ രാധാകൃഷ്ണൻ ഇവിടെ യാതൊരു ഇതും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം അവിടെ പ്രാദേശികമായ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ വോട്ട് കുറവായിരിക്കും. ശരി. അപ്പോൾ പക്ഷേ അപ്പൊ അങ്ങ് വിചാരിക്കുന്നത് അവിടെ ഒരു ഇടതുപക്ഷത്തിനാണ് ഇപ്പൊ ഒരു മേൽക്കൈ, അല്ല PC വിശ്വനാഥനാണ് മേൽക്കൈ എന്നാണ് അല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ഈ സമയം അവസാനിച്ചുകൊണ്ടാണ്. അപ്പൊ അനിൽകുമാർ, നാളെ നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. അങ്ങേ ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലോ അതിൽ സന്തോഷം. സമയമായി എന്നിങ്ങനെ പ്രവീണ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഞാനൊരു ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിരുന്നു. പ്രേക്ഷകരോട് ഞാൻ ചോദിച്ച മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി BJP ഗുണമാകുന്നു. 67% ആളുകൾ ഗുണമാകും എന്ന് പറയുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുകളുടെ അന്തിമഫലം നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളാണ്. അതിൽ നിർണായകമായ ഒന്ന് വോട്ട് ബാങ്കാണ്. സാമൂഹിക, മത, പ്രാദേശിക ഘടകങ്ങൾ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്ന ഈ വോട്ട് ബാങ്കുകൾ നിർണായകമാണ്. ഒരു മണ്ഡലത്തിൻ്റെ ഫലം തന്നെ മാറിമറിക്കാൻ ശേഷിയുള്ള ഒരു ഘടകമാണ് വോട്ട് ബാങ്ക്. ചെറിയ ശതമാന വ്യത്യാസങ്ങൾ പോലും വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നു. ആ സാഹചര്യത്തിൽ വോട്ടുകളുടെ ഏകീകരണമോ ഭിന്നിപ്പോ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാം. അതിനാൽ വോട്ട് ബാങ്കുകൾ വെറും സംഖ്യകൾ മാത്രമല്ല, വോട്ട് ബാങ്കുകൾ നിർണായകമാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി ബോധവൽക്കരിച്ച വോട്ടറുടെ വിവേചനത്തിലാണ്. അത് വോട്ട് ബാങ്കുകളെക്കാളൊക്കെ എത്രയോ മുകളിലാണ്. അപ്പോൾ ന്യൂസ് 18 പൊതുവേദി ഇന്നിവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.